എക്സൈസ് വകുപ്പ് ജൂലൈ 1 മുതൽ ജൂലൈ 29 വരെ 874 ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകളാണ് എറണാകുളം ഡിവിഷനിൽ എറണാകുളം എക്സൈസ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതിൽ 120 മദ്യവുമായി ബന്ധപ്പെട്ട അബ്കാരി കേസുകളും 144 മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട മയക്കുമരുന്ന് കേസുകളും 610 പുകയിലയുമായി ബന്ധപ്പെട്ട പുകയില കേസുകളുമാണ്. അതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രധാന മയക്കുമരുന്ന് കേസാണ് ഇന്നലെ എറണാകുളം റേഞ്ച് സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം ക്യൂൻസ് ഹോട്ടൽ ഇൻ എന്ന സ്ഥാപനത്തിൽ നിന്ന് റൂമിൽ അന്തേവാസികളായ മുഹമ്മദ് ഷാഫി, സരിത അദ്ദേഹത്തിൻ്റെ പെൺസുഹൃത്ത് എന്നിവരുടെ കയ്യിൽ നിന്നായിട്ട് 94 ഗ്രാം MDMA കണ്ടുപിടിച്ച കേസ് ഇന്നലെ രജിസ്റ്റർ ചെയ്തത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാഥമിക അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് 2 സ്ഥലങ്ങളിൽ നിന്നായിട്ടാണ് ഈ MDMA കണ്ടെത്തിയത്. ക്യൂൻസ് ഹോട്ടലിലൊരു റൂമിൽ നിന്നും പിന്നീട് അമ്പലപ്പുഴ ഭാഗത്തു നിന്നൊരു വീട്ടിൽ നിന്നുമായിട്ടാണ് ഈ 94 ഗ്രാം MDMA കണ്ടെടുത്തത്. ഇവർ ബാംഗ്ലൂരിൽ നിന്ന് ഈ MDMA വാങ്ങി തലശ്ശേരി വഴി കൊച്ചിയിൽ എത്താനുള്ളതായിരുന്നു അവരുടെ പരിപാടി. കണ്ണൂർ ഇരിട്ടിയിൽ വെച്ച് ചെക്കിംഗ് ഉണ്ടായപ്പോൾ ഈ സരിത അവിടെ നിന്ന് ബസ് ഇറങ്ങി കോഴിക്കോട് എത്തി. കോഴിക്കോട്ട് നിന്ന് ട്രെയിൻ മാർഗം കൊച്ചി എത്തി. ഇവർ ഒരുമിച്ച് റൂമിൽ വെച്ച് കൈകാര്യം ചെയ്ത് ഷെയർ ചെയ്ത് ഒരു ഭാഗം ആലപ്പുഴയിലേക്ക് വിൽപ്പനയ്ക്കായിട്ട് ഈ സരിത കൊണ്ടുപോവുകയും അവരെ കൊണ്ട് സൂക്ഷിച്ച വീട്ടിൽ നിന്ന് ആലപ്പുഴയിൽ നിന്നാണ് 65 ഗ്രാം എറണാകുളത്ത് നിന്നും 28 ഗ്രാം ആലപ്പുഴയിൽ നിന്നുമാണ് നമ്മൾ ഈ കേസിൽ MDMA 94 ഗ്രാം രണ്ടിടത്തു നിന്നായിട്ടാണ് റിക്കവർ ചെയ്തത്. ഇത് പ്രധാനമായിട്ടും എറണാകുളം ജില്ലയിലെ നിശ ക്ലബ്ബുകൾ, അതുപോലെ തന്നെ IT വിദഗ്ധർ, കോളേജ് വിദ്യാർത്ഥികൾ ഇവർക്ക് സപ്ലൈ ചെയ്യുന്നതിനായിട്ടാണ് കൊണ്ടുവന്നതായിട്ടാണ് പ്രാഥമിക അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലായിരിക്കുന്നത്. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന 1-2 ആളുകളെക്കുറിച്ച്, വ്യക്തികളെക്കുറിച്ച് നമുക്ക് വ്യക്തമായ അറിവ് പ്രാഥമിക അന്വേഷണത്തിൽ ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു തൃശ്ശൂർ സ്വദേശിയുടെ ഡയറക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ബാംഗ്ലൂർ പോയതും ബാംഗ്ലൂരിൽ നിന്ന് ഈ സാധനം വാങ്ങി കേരളത്തിലേക്ക് വന്നതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കൂടുതൽ അറസ്റ്റുകൾ ഈ കേസിൽ ഉണ്ടാവും എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ഈ കേസിനെ കുറിച്ച് പറയാനുള്ളത്. കൂടാതെ എക്സൈസ് വകുപ്പ് ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ഒരു സ്പെഷ്യൽ ഡ്രൈവ്, ഓണം സ്പെഷ്യൽ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 14 ജില്ലകളിലും വ്യാപകമായ എക്സൈസിൻ്റെ പരിശോധനകളുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ എറണാകുളം ജില്ലയിൽ പരിശോധന ഒന്നുകൂടെ തീവ്രമാക്കാനും കഠിനമാക്കാനും എക്സൈസ് വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഓണം മലയാളികളുടെ പ്രത്യേക വിശേഷ ഉത്സവവും അവസരവുമാണ്. ധാരാളം മലയാളികൾ പുറത്തുനിന്നെല്ലാം നമ്മുടെ നാട്ടിൽ വന്ന് ഇത് ആഘോഷിക്കുന്നൊരു വേളയിൽ ഇത്തരം ലഹരി വസ്തുക്കളുടെ, പ്രത്യേകിച്ച് ഈ ന്യൂ ജെൻ രാസലഹരിയുടെ വ്യാപനത്തിൻ്റെ നടുവിലാണ് ഓണം ഈ വർഷം നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത്. എല്ലാ മുക്കിലും മൂലയിലും ഈ MDMA പോലുള്ള രാസലഹരികളുണ്ട്. രാസലഹരി ഇല്ലാത്ത, MDMA ഇല്ലാത്ത, ഇത്തരം മയക്കുമരുന്നില്ലാത്ത ഒരു സംശുദ്ധ ഓണമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വളരെ ശക്തമായ വ്യാപകമായ റെയ്ഡുകൾ വരും ദിവസങ്ങളിൽ എറണാകുളം ജില്ലയിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാവുമെന്നുകൂടെ ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ശക്തമായ പരിശോധനാ സംവിധാനങ്ങൾ എറണാകുളം ജില്ലയിൽ എക്സൈസ് വകുപ്പ് കൈകൊണ്ടിട്ടുണ്ട്. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു കൺട്രോൾ റൂം ഈ എൻ്റെ ജില്ലാ ഓഫീസിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് കൂടാതെ 3 സ്ട്രൈക്കിംഗ് ഫോഴ്സ് പരിശോധനകൾ ശക്തമാക്കുന്നതിന് വേണ്ടി എറണാകുളം, കൊച്ചി ടൗൺ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സ്ട്രൈക്കിംഗ് ഫോഴ്സ് 24 അവേഴ്സ് ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലും, അതുപോലെ തന്നെ ആലുവ പെരുമ്പാവൂർ ബെൽറ്റിൽ ഒരു സ്ട്രൈക്കിംഗ് ഫോഴ്സും, മൂവാറ്റുപുഴ കോതമംഗലം കേന്ദ്രീകരിച്ചുകൊണ്ടൊരു സ്ട്രൈക്കിംഗ് ഫോഴ്സും, അങ്ങനെ 3 സ്ട്രൈക്കിംഗ് ഫോഴ്സും ശക്തമായ രീതിയിൽ 24 അവേഴ്സ് പരിശോധനയ്ക്ക് ഉണ്ടാവും. ഇത് കൂടാതെ റോഡ് പരിശോധനയ്ക്കായിട്ടൊരു ഹൈവേ പട്രോളിംഗ് ടീമും പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ
ടീമുകളുടെ എല്ലാം നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ എറണാകുളത്ത് ഓണം സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായിട്ടുള്ള സംയുക്ത പരിശോധനകളുണ്ടാവും. ഇത് കൂടാതെ ഓപ്പറേഷൻ ശുദ്ധി എന്ന് പറയുന്ന ഒരു പുതിയൊരു ഓപ്പറേഷൻ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കള്ളു മേഖലയിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് കോട്ടയത്ത് ഒരു കള്ള് ഷാപ്പിൽ ആഹാരം കഴിച്ച് മരിച്ച വാർത്തയുടെ അടിസ്ഥാനത്തിൽ വ്യാപകമായിട്ട് കള്ള് ഷാപ്പുകളിൽ അംഗീകൃത ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ ലൈസൻസ് നിർബന്ധമാണെന്നും നല്ല വൃത്തിയും ശുദ്ധിയും ഉള്ള ഭക്ഷണവും അതുപോലെ തന്നെ മായം കലരാത്ത നല്ല കള്ളുകൾ കള്ള് ഷാപ്പിൽ വിൽപ്പന നടത്താനുള്ള ഓപ്പറേഷൻ ശുദ്ധിയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളും അതിനോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തി വരുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ വളരെ ഈ അടുത്ത കാലത്തൊന്നും കാണാത്ത രീതിയിലുള്ള ശക്തമായ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങളാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓണത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ ഗവൺമെൻറ് പുതുതായിട്ട് മയങ്ങില്ല കേരളം എന്ന് പറയുന്ന ഒരു ബോധവൽക്കരണ പരിപാടിയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വിമുക്തി മിഷൻ്റെ നേതൃത്വത്തിലാണ്. അതിലും വിപുലമായ ബോധവൽക്കരണ പരിപാടികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ നമുക്ക് ബോധവൽക്കരണവും കൗൺസിലിങ്ങും ചികിത്സ മാത്രമായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റീഹാബിലിറ്റേഷൻ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമഗ്ര ബോധവൽക്കരണ പദ്ധതിയാണ് ഡിപ്പാർട്ട്മെൻറ്റ് മയങ്ങില്ല കേരളം എന്ന പദ്ധതിയുടെ ബാനറിൽ ഗവൺമെൻറ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ അവരുടെ പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത് ഇവർ 27-ാം തീയതിയാണ് ബാംഗ്ലൂരിൽ പോയി ഇത് സാധനം വാങ്ങി കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു തൃശ്ശൂർ സ്വദേശിയുടെ ഡയറക്ഷൻ പ്രകാരമാണിത് അവർ ബാംഗ്ലൂരിൽ പർച്ചേസ് ചെയ്തതും കൊച്ചിയിൽ എത്തിച്ചതും. ഈ മുഹമ്മദ് ഷാഫി എന്ന് പറയുന്ന ആളുടെ പേരിൽ ആലപ്പുഴ ജില്ലയിൽ 2 NDPS കേസ് ഉള്ളതായിട്ട് പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർ സ്ഥിരം നെറ്റ്വർക്കുള്ള ടീമായിട്ടാണ് നമുക്ക് പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെടുന്നത്. ആദ്യമായിട്ട് കൊണ്ടുവരുന്ന ആളുകളല്ല എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് സത്യത്തിൽ പ്രാഥമിക അന്വേഷണത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടത് ഇരിട്ടിയിലെ പരിശോധന ബസ്സിൽ വരുന്ന സമയത്ത് ഇവർ പരിശോധന ഭയന്നിട്ട് സരിതയാണ് അവരുടെ ശരീരഭാഗത്ത് ഇത് ഒളിപ്പിക്കുകയും അവിടെ നിന്ന് ഇറങ്ങി പല ബസ്സുകൾ കയറി കോഴിക്കോടെത്തി, കോഴിക്കോട് ട്രെയിൻ മാർഗമാണ് കൊച്ചിയിലെത്തിയത്. അപ്പോൾ ഇത് ഇപ്പോൾ 100 ഗ്രാം ഇതിന് വിലയുമുണ്ട് അവിടെ. ഏകദേശം ബാംഗ്ലൂരിൽ 1000 to 2000 രൂപൻ്റെ റേറ്റ് അവിടെയുണ്ട്. ഇവിടെ അവർ 4000 രൂപയ്ക്കാണ് ഗ്രാമിന് ഇത് കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ഗ്രാമും മറ്റും കൊണ്ടുവരാനും മറ്റും ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പലപ്പോഴും ഇപ്പോൾ ഇവർ ചെയ്തു വരുന്നൊരു പുതിയ രീതി ചെറിയ അളവിൽ ശരീരഭാഗങ്ങളിൽ ഒളിപ്പിച്ച് കൊണ്ടുവരുന്നൊരു രീതിയാണ് ഇപ്പോൾ പൊതുവെ കാണുന്നത്. കാരണം വൻതോതിൽ ഇത് കൊണ്ടുവരുന്ന സമയത്ത് പിടിക്കപ്പെടാനും പരിശോധനയും മറ്റും ഈസി ആയിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട്, അതുമാത്രമല്ല പെട്ടെന്ന് എന്തെങ്കിലും പരിശോധന ഉണ്ടെങ്കിൽ ചെറിയ ഗ്രാമയ്ക്കാണ് ഇവർക്ക് പെട്ടെന്ന് ഉപേക്ഷിക്കാനും എഴുതി കളയാനൊക്കെ പറ്റും. ഇപ്പോൾ ഞാൻ വളയാറിൽ വാഹന പരിശോധന സമയത്ത് ഒരുപാട് തവണ ഇത്തരം ബാംഗ്ലൂർ, ഹൈദരാബാദ്, ഗോവ ബസ്സുകൾ പരിശോധിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇവരുടെ കയ്യിൽ നിന്നും കിട്ടില്ല. പക്ഷേ ബസ് പോയതിന് ശേഷം ആ ഏരിയയിൽ നിന്ന് ഈ സാധനങ്ങൾ നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. 50 ഗ്രാമും 100 ഗ്രാമൊക്കെ. കാരണം പരിശോധന ചെയ്ത് ഉടനെ കയ്യിൽ നിന്നും ശരീരഭാഗങ്ങളിൽ നിന്ന് എടുത്തത് ബാഗിൽ നിന്നൊക്കെ എടുത്ത് റോഡിലേക്ക് കളഞ്ഞ് പോകുന്ന ഒരു അവസ്ഥ പൊതുവെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സാധാരണ അവരിങ്ങനെ ചെറിയ അളവിലാണ് ഇത് കൂടുതലായിട്ട് കൊണ്ടുവരുന്നതായിട്ട് കാണപ്പെടുന്നത്. ഇത് ശരിക്കും ബാംഗ്ലൂർ പോലുള്ള മെട്രോ സിറ്റീസിലാണ് ഇതിൻ്റെ നൈജീരിയ സ്വദേശികളാണ് ഇതിൻ്റെ പുറകിൽ. ഇതിൻ്റെ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസത്തിന് മറ്റ് ജോലിക്കായിട്ട് വന്നിട്ടുള്ള നൈജീരിയൻ സ്വദേശികളാണ് ഇപ്പോൾ ഈ കേസിൽ നമ്മൾ സോഴ്സ് അന്വേഷിച്ച് ചെന്ന് ബാംഗ്ലൂരും മറ്റ് മെട്രോ സിറ്റീസിലേക്ക് എത്തുന്ന സമയത്ത് അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് ഇത്തരം നൈജീരിയ സ്വദേശികളാണ്. അപ്പോൾ അവർക്കാണ് ഇതിൻ്റെ ടെക്നോളജി അറിയുന്നത്. അപ്പോൾ ധാരാളം മലയാളി വിദ്യാർത്ഥികൾ ബാംഗ്ലൂരും
ചെന്നൈയിലും ഗോവയിലും ഹൈദരാബാദിലൊക്കെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും ജോലി ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി പോകുന്നതുകൊണ്ടും ജോലി ചെയ്യുന്നതുകൊണ്ടും പഠിക്കുന്നതുകൊണ്ടും അവർ ആദ്യം ഇത് ഉപയോഗിക്കുന്നു, പിന്നീട് അതിൻ്റെ ക്യാരിയേഴ്സ് ആകുന്നു, പിന്നീട് അത് കേരളത്തിലേക്ക് സ്വന്തം നാട്ടിലേക്ക് വ്യാപകമായിട്ട് കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു രീതി പൊതുവെ കാണപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മളെപ്പോലുള്ള ശക്തമായ എൻഫോഴ്സ്മെൻറ്റ് മറ്റ് സംസ്ഥാനങ്ങളിൽ വളരെ കുറവാണ് എന്ന് തന്നെ പറയാം. ഇപ്പോൾ 2023-ലും 2024-ലൊക്കെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തത് കേരളത്തിലാണ്. അപ്പോൾ നമ്മളെക്കാൾ വലിയ സ്റ്റേറ്റുകളുണ്ട്. ഇപ്പോൾ UP-യും മധ്യപ്രദേശും രാജസ്ഥാനും നമ്മളെക്കാൾ വലിയ വലിയ സ്റ്റേറ്റും വലിയ വലിയ ജനസംഖ്യയുള്ള സ്റ്റേറ്റുകളാണ്. പക്ഷേ അതിൻ്റെ എത്രയോ 10-1 പോലും ജനസംഖ്യ ഇല്ലാത്ത നമ്മുടെ കേരളത്തിൽ ഇതിൻ്റെ പരിശോധന. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഈ മാസം എറണാകുളം ജില്ലയിൽ കണ്ടെടുത്ത 144 മയക്കുമരുന്ന് കേസുകളിൽ നല്ലൊരു ശതമാനം ചെറിയ അളവ് മയക്കുമരുന്ന് കേസുകളാണ്, ചെറിയ അളവിൽ. പക്ഷേ നമ്മളിവിടെ ചെറുതും വലുതും അങ്ങനെ ഒരു കണക്കേ ഇല്ല. എല്ലാ കേസും നമ്മൾ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു പ്രത്യേകത. തീർച്ചയായിട്ടും DGP ലെവലിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. അത് ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ട് ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒന്നാമത്തെ ചർച്ചകൾ നടന്നു. മുഖ്യമന്ത്രി തലത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനി ഇത്തരം ഇൻ്റലിജൻസുകളും വിവരങ്ങളും പരസ്പരം ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ നമ്മളിവിടെ നിന്ന് കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ബാംഗ്ലൂരോ ചെന്നൈയിലൊക്കെ പോകുന്ന സമയത്ത് അവിടുത്തെ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളുടെ പ്രത്യേകിച്ച് പോലീസിൻ്റെയൊക്കെ സഹായമുണ്ടെങ്കിൽ അവരെയൊക്കെ അറസ്റ്റ് ചെയ്യാനും ഇങ്ങോട്ട് കൊണ്ടുവരാനൊക്കെ നമുക്ക് സ്മൂത്തായിട്ട് കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഭാവിയിൽ നമുക്ക് അവരിൽ നിന്ന് പ്രതീക്ഷിക്കാമെന്ന് വിശ്വസിക്കുന്നു. അത്തരം കാര്യങ്ങളെല്ലാം ഉന്നത തലത്തിൽ ഉദ്യോഗസ്ഥർ DGP ലെവലിലുള്ള മീറ്റിങ്ങുകളിലാണ് ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാവുക. തീർച്ചയായിട്ടും ഇപ്പോൾ പ്രത്യേകിച്ച് എറണാകുളം പോലുള്ള ജില്ലകളിൽ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ ക്ലബ്ബുകളും അതുപോലെ തന്നെ നൈറ്റ് പാർട്ടി നടത്തുന്ന DJ പാർട്ടി നടത്തുന്ന സ്ഥാപനങ്ങളും മറ്റും കമ്പാരിറ്റീവ്ലി മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് നമ്മുടെ ജില്ലയിലാണ് കൊണ്ട് കൂടുതൽ. പ്രത്യേകിച്ച് ഈ 5 സ്റ്റാർ ഹോട്ടലുകളിൽ ഈ 12 മണിക്ക് ശേഷം ഇപ്പോൾ പ്രവർത്തിക്കാൻ അനുമതി കൊടുത്തില്ല. അവിടെയെല്ലാം ഇങ്ങനെയുള്ള പരിപാടികൾ നടക്കുന്നതായിട്ട് ഇപ്പോൾ നമുക്ക് പോലീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം സ്ഥലങ്ങളിൽ പ്രത്യേക ഇൻ്റലിജൻസ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ്. കാരണം നമ്മൾ എപ്പോഴും കേസ് കിട്ടണമെങ്കിൽ ഇപ്പോൾ ഇത് തന്നെ റൂമുകൾ, അതായത് MDMAയുടെ ഇവരുടെ ശൈലി തന്നെ ഇപ്പോൾ നമുക്ക് പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ പറ്റിയത് ഇവർ ആലപ്പുഴ സ്വദേശികളാണെങ്കിലും എറണാകുളത്ത് വന്ന് റൂമെടുത്ത് താമസിച്ച് 2, 3, 4 ദിവസം താമസിക്കുന്നു. അത് കഴിഞ്ഞ് ഉടനെ ബാംഗ്ലൂർ പോകുന്നു, വീണ്ടും കൊണ്ടുവരുന്നു. അങ്ങനെ ഒരു പോകുന്ന സ്ഥലങ്ങളിൽ റൂമെടുക്കുക, താമസിക്കുക, വിതരണം ചെയ്യുക, ഉടനെ അടുത്ത സ്ഥലത്തേക്ക് അടുത്ത ജില്ലയിലേക്ക് മാറിപ്പോവുക. ഇപ്പോൾ ലേഡിയെ നമ്മൾ പിടിക്കുന്നത് ആലപ്പുഴ വെച്ചിട്ടാണ്, അമ്പലപ്പുഴ ഭാഗങ്ങളിലാണ്. അവിടെ ഒരു വീട്ടിലാണ് ഇവരത് സൂക്ഷിച്ചത്. അപ്പോൾ ആലപ്പുഴ ജില്ലയിൽ വിതരണം ചെയ്യാനായിട്ടാണ് ഇവർ 28 ഗ്രാം കൊണ്ടുപോകുന്നത്. അത് നമ്മൾ അവിടെ നിന്ന് റിക്കവർ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ ഓരോ ജില്ലയിലും ടൗൺ കേന്ദ്രീകരിച്ച് റൂമെടുത്ത് ഇത് വിൽപ്പന നടത്തുന്ന രീതിയാണ് സാധാരണ ഇപ്പോൾ കണ്ടുവരുന്നത്. ഇതിൻ്റെ പ്രത്യേകത ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ പോയിട്ട് ഈ സാധനം വേണമെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും കിട്ടില്ല. ഇതിൽ പ്രത്യേക കോഡുകളും ഭാഷകളും മറ്റുമെല്ലാം ഉണ്ട്. അപ്പോൾ സ്ഥിരം കസ്റ്റമേഴ്സും അവർ റെക്കമെൻഡ് ചെയ്യുന്ന ആളുകൾക്കാണ് ഇവർ സാധാരണ ഇപ്പോൾ കൊടുക്കുന്നത് കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ എറണാകുളം ജില്ലയിൽ ഒരു ഡ്രോപ്പിംഗ് സിസ്റ്റം ഈ മേഖലയിൽ ഇപ്പോൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഡ്രോപ്പിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആവശ്യക്കാർ പൈസ അടച്ചു കഴിഞ്ഞാൽ മൊബൈലിലൂടെ അവർ ഒരു ലൊക്കേഷൻ ഇട്ട് കൊടുക്കും. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ മെട്രോ സംവിധാനം ഉള്ളതുകൊണ്ട് മെട്രോ തൂണുകളുടെ മെട്രോ പോസ്റ്റിൻ്റെ അടിയിൽ ഇന്ന മെട്രോ പോസ്റ്റ്, അതിൻ്റെ അടിയിൽ ഇന്ന ഭാഗത്ത് എന്ന് പറഞ്ഞ് കറക്റ്റ് ഫോട്ടോ എടുത്ത് വാട്സപ്പ് വഴി അവർ ലൊക്കേഷൻ കൈമാറി സാധനം വിതരണം ചെയ്തൊരു പുതിയ ഡ്രോപ്പിംഗ് സിസ്റ്റമാണ് എറണാകുളം ജില്ലയിൽ ഇപ്പോൾ അവർ നടപ്പിലാക്കി വരുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആൻറ്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് അത് കണ്ടുപിടിച്ച് കേസാക്കി 2 പേരെ അറസ്റ്റ് ചെയ്ത് മയക്കുമരുന്ന് സീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഞ്ചാവുമായി ബന്ധപ്പെട്ട 2 കേസുകൾ നമ്മൾ എടുത്തിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം ഡ്രോപ്പിംഗ് സിസ്റ്റത്തിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കൂടുതൽ കണ്ടെത്തുന്നതിന് ഇൻ്റലിജൻസ് സംവിധാനം നമ്മൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നേരിട്ട് ഇങ്ങനെ യൂണിഫോം ഇട്ടും വണ്ടിയും കൊണ്ട് പട്രോൾ ചെയ്തിട്ടും നമ്മൾ റെഡി ചെയ്തിട്ടൊന്നും ഇത്തരം ആളുകളെ കണ്ടെത്താനും മറ്റ് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രഹസ്യ രീതിയിൽ നമ്മൾ വേഷം മാറി പല രീതിയിൽ പോയി
അത് കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ റീഹാബിലിറ്റേഷൻ ഇപ്പോൾ സ്വന്തമായിട്ട് എക്സൈസ് വകുപ്പ് തുടങ്ങുന്ന റീഹാബിലിറ്റേഷൻ്റെ കാര്യമല്ല ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും ഈ സന്നദ്ധ സംഘടനകൾ, ഒരുപാട് ക്രിസ്ത്യൻ ചാരിറ്റി, മുസ്ലിം ചാരിറ്റി സംഘടനകളും മറ്റും ഈ റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരുമായി ടൈപ്പ് ചെയ്തുകൊണ്ട് അത്തരം കേന്ദ്രങ്ങളിൽ ഇത്തരം അന്തേവാസികളെ എത്തിക്കുന്ന ഒരു പുതിയ രീതിയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എക്സൈസ് വകുപ്പ് ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്റർ തുടങ്ങി 14 ജില്ലകളിലും ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന ആളുകളെ അവിടെ പുനരധിവസിപ്പിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. നിലവിൽ സന്നദ്ധ സംഘടനകൾ തുടങ്ങിയിട്ടുള്ള റീഹാബിലിറ്റേഷൻ സെൻറ്ററുകളിൽ ടൈപ്പായിട്ട് സഹകരിച്ചുകൊണ്ട് റീഹാബിലിറ്റേഷൻ വ്യാപിപ്പിക്കാനാണ് ഡിപ്പാർട്ട്മെൻറ്റ് മയങ്ങില്ല കേരളത്തിൽ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഈ സരിത ഒരു ഹോം നേഴ്സായിട്ടും ഇയാൾ ഒരു ഇൻറ്റീരിയർ വർക്കറുമായിട്ടാണ് ബൈ പ്രൊഫഷൻ. ഇപ്പോൾ ബൈ പ്രൊഫഷനും ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. ഇന്നലെ പോലീസ് ട്രാൻഡത്ത് 2 ഡോക്ടർമാരെയാണ് അറസ്റ്റ് ചെയ്തത് MDMA ആയിട്ട്. പിന്നെ വടകരയിലെ കാര്യം നിങ്ങൾക്കറിയാലോ, 3 അധ്യാപികമാരാണ് ഇതിൻ്റെ കാരിയേഴ്സായിട്ട് വന്നത്. ഈ നിയമത്തിൻ്റെ വേറൊരു പ്രത്യേകത, ഈ നിയമത്തിൽ സെക്ഷൻ 24 ക്യാപിറ്റൽ A എന്ന് പറയുന്നൊരു സെക്ഷനുണ്ട് ഈ നിയമത്തിൽ, ഈ ഇന്ത്യൻ മയക്കുമരുന്ന് നിരോധന നിയമത്തിൽ 24 ക്യാപിറ്റൽ A, അതായത് സാമ്പത്തിക സഹായം ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 10 ഗ്രാം കഞ്ചാവ് ഇപ്പോൾ മറൈൻ ഡ്രൈവിൽ 1000 രൂപ കൊടുക്കണം. അപ്പോൾ 1000 രൂപ ഞാൻ കൊടുത്തു കഞ്ചാവ് വാങ്ങാൻ ഒരാൾക്ക്. അയാളുടെ പോലീസ് കഞ്ചാവ് പോയി പിടിച്ചാൽ അയാൾക്കുള്ള ശിക്ഷ എത്രയാണെന്നറിയോ? 1 വർഷവും 10,000 രൂപയും. കഞ്ചാവ് 10 ഗ്രാം പിടിച്ച ആൾക്ക്. പക്ഷെ പൈസ കൊടുത്ത എനിക്ക് 1000 രൂപ ഞാനാണല്ലോ കൊടുത്തത്. അയാൾ പറയുകയാണ് ഞാനാണ് 1000 രൂപ കഞ്ചാവ് വാങ്ങാൻ തന്നു എന്ന് പറഞ്ഞാൽ അതിനുള്ള ശിക്ഷ 20 വർഷവും 2 ലക്ഷം രൂപ. അപ്പോൾ ഈ 3 ടീച്ചർമാർ അനുഭവിക്കാൻ പോകുന്നത് 20 വർഷവും 2 ലക്ഷം രൂപ പിഴയുള്ള കുറ്റത്തിനാണ്. പണ്ട് ബോംബെയിലൊരു ഹോളിവുഡ് നടൻ ആത്മഹത്യ ചെയ്തു. ഇതിൻ്റെ പേര് എന്താണ്, സുശാന്ത് സിംഗ്. അയാളുടെ കാമുകി റിയ ചക്രവർത്തിയെ പിന്നീട് ബോംബെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവർ ഈ സെക്ഷൻ വെച്ചിട്ടാണ് അറസ്റ്റ് ചെയ്തത്. പക്ഷേ അവരുടെ വീട്ടിൽ നിന്നോ കയ്യിൽ നിന്നോ മയക്കുമരുന്നൊന്നും പിടിച്ചിരുന്നില്ല. അവർ ഗൂഗിൾ പേ വഴി മയക്കുമരുന്നിലുള്ള ട്രാൻസാക്ഷൻ നടത്തിയത് അവരാണ് എന്നതിൻ്റെ പേരിലാണ് അന്ന് ആ കേസെടുത്തത്. അതേ അവസ്ഥയാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇവർക്ക് വരാൻ പോകുന്നത്. അത്രയും വലിയ ശിക്ഷയുള്ള കാര്യങ്ങൾ ഈ നിയമത്തിലുണ്ടെന്ന് പറയുകയാണ്.